വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നമുക്ക് ഇന്നൊരു ഡൗൺ സൈഡിലോട്ടൊരു ട്രേഡ് കിട്ടി. 24,000-ൻ്റെ താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 23,900 വരെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യും, 23,800 വരെ ഒരു സെക്കൻഡ് ടാർഗറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യത്തെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങി. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയതിന് ശേഷം ഡൗൺ സൈഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു ഒരു ട്രേഡും കൂടി എക്സിക്യൂട്ട് ചെയ്തു. അതിനകത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങുക. ഇങ്ങനെ ഒരു എക്സ്പയറി ഡേയിലൊക്കെ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഫുള്ളും അത് സീറോ ആക്കി കളയും. ഈ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു കുറേ ന്യൂസുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സ്റ്റോക്സ് ഒന്നും ഇപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് വരാത്തത്. പക്ഷേ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരാനുള്ള സ്റ്റോക്കൊക്കെയാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിയിൽ എന്ത് മൂവ്മെൻ്റ് ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ? ഞാൻ നിങ്ങൾ ചെറുതായിട്ടൊരു ഇത് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാവും. ഇത് കണ്ടോ, നാളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊരു ഫ്ലാഗ് ആൻഡ് പോളാണ്. കണ്ടോ, ഈ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഇത് കാണിച്ചു തരാം. ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഈ ഒരു എന്താ പറയുക, ഇതുണ്ടോ, ഇതൊരു പോളായിട്ട് എടുക്കുക, ഇതൊരു ഫ്ലാഗ്. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് നാളെ എങ്ങനെയായിരിക്കും ലെവൽസ് വരാൻ ചാൻസ്? സപ്പോസ് നാളെ ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പ് ആയാലും ഓക്കെ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഓക്കെ, ഒരു സ്മോൾ ഗ്യാപ്പ് ഡൗൺ ആയാലും ഓക്കെ, നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും? സപ്പോസ് സ്മോൾ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 24,000 റേഞ്ചിൽ നിന്ന് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമ്മളൊരു എൻട്രി എടുക്കും. ഇതിൻ്റെ താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 24,000-ന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിറങ്ങും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ അത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു 24,070 അല്ലെങ്കിൽ 80 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എങ്ങനെ വെക്കാം? ടാർഗറ്റ് ഞാൻ നിങ്ങളൊരു രീതി കാണിച്ചത് ഇതുണ്ടോ, ഈ ഒരു ഒരു പോളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 120 ആ റേഞ്ചിലാണ് ഫ്ലാഗിൻ്റെ റേറ്റ്, ഒരു ലെങ്ത്ത്, പോളിൻ്റെ ലെങ്ത്ത്. ആ ഒരു ലെങ്ത്ത് തന്നെ നമുക്ക് മുകളിലോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 120 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഏകദേശം 24,200 അതായിരിക്കും നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. ഇതിനകത്ത് നിഫ്റ്റിയിൽ നാളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഈ ഒരു റേഞ്ച് നോക്കും, 24,140 റേഞ്ചിൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,200. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചും ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 24,300 ലെവൽ വരെയും ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഫുൾ ടാർഗറ്റ് ഈ ലെവലിൽ ബുക്ക് ചെയ്യാൻ നോക്കും. ഫസ്റ്റ് ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ലോട്ട് ഞാൻ ഇവിടെ ബുക്ക് ചെയ്യും, സെക്കൻഡ് ലോട്ട് ഇവിടെ ബുക്ക് ചെയ്യാൻ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ ഈ ഒരു ബോക്സ് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിരുന്നു. ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ബോക്സ് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ താഴെയോട്ടോ ഒരു ബ്രേക്ക് ഔട്ടോ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഈ ലെവൽസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ നിൽക്കുക. അതിനുശേഷം പറയാനുള്ളത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ പേരാണ് വേൾപൂൾ. നമുക്ക് ഏകദേശം ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ചാൻസ് കൂടുതൽ? സപ്പോസ് നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു 940 ഈ റേഞ്ചിൽ വന്ന് ഒരു സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ബെറ്റർ എന്ന് ഞാൻ പറയും. 940 അല്ലെങ്കിൽ 960 റേഞ്ചിൽ വന്ന് ഒരു സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എവിടെയാണ് 1000-ൻ്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ട്രേഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പിക്ക് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അല്ല, ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ആ ചാർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി വരുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവലിലോട്ട് വന്നു. ചാൻസ് കൂടുതൽ എന്താണ്? 1000-ൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്ററാണ്. ഈ റേഞ്ചിലും നിങ്ങൾ
ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 978 റേഞ്ചിലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലെവലാണ്. ഏത്? 1400 എന്ന ലെവലിലാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്താണ്? ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെവലാണ് 2400. ആ ലെവലിലാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം. ഒരു അവന്തി ഫീഡ്സ് ഞാൻ നമ്മുടെ ഏത് ടൈമിലാണ് പറഞ്ഞത്? ബജറ്റിൻ്റെ ടൈമിൽ പറഞ്ഞ സ്റ്റോക്കാണ്. അത് എന്ത് മൂവ്മെൻറ്റാണ് അതിനകത്ത് തന്നത് നോക്കി. എത്ര നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റാണ്. 800 നിന്ന സ്റ്റോക്കായിരുന്നത്. ആ റേഞ്ചിൽ 800 നിന്ന സ്റ്റോക്ക് 1600, ഡബിൾ 100% റിട്ടേൺ ആണ് ഒരു വർഷത്തിന് മുമ്പായിട്ട് നമുക്ക് തന്നത്. അപ്പോൾ നല്ല സ്റ്റോക്കുകളൊക്കെ നോക്കിയെടുക്കുക. നമ്മുടെ ഈ ഒരു സ്റ്റോക്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ PNBൻ്റെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഇടിച്ചായിരുന്നു. അതൊക്കെ നമ്മളൊരു 3% ഡൗണിൽ അത് ബുക്ക് ചെയ്തിറങ്ങി. അതിനുശേഷം നമ്മുടെ ബാക്കി 3 സ്റ്റോക്സ് ഉണ്ട്. APL അപ്പോളോ, അതും നല്ല സ്റ്റോക്കാണ്. ജിൻഡാൽ സ്റ്റീൽ അല്ല, പിഡിലൈറ്റ്, പിന്നെ KE ഇൻഡസ്ട്രീസ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അത് ഇപ്പോൾ വിൽക്കരുത്. നമുക്ക് നല്ലൊരു ടാർഗറ്റ് കിട്ടി കഴിഞ്ഞിട്ട് വിൽക്കുക. നമുക്ക് ഈ മന്തിൽ ഏതാണ് ഒരു 10% അച്ചീവ് ചെയ്യാനുള്ളത്. നമ്മൾ ജേർണി ടു ക്രോർപതിയിലോട്ടുള്ള 3 സ്റ്റോക്ക് ഇപ്പോഴും വാലിഡാണ്. അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ ബൈ.